അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇന്നത്തെ കമ്മിറ്റി അടിസ്ഥാനത്തിലുള്ള പിരിവ് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ മുഅല്ലിങ്ങളുടെ ക്ഷേമ ഫണ്ടിലേക്കുള്ള സഹായ ആണ് ഇന്ന് ചോദിക്കുന്നത്. കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സുഹൃതമാണ്. പോകുന്ന ആളുകളൊക്കെ ഇരിക്കുന്ന ആളുകളും നല്ല രൂപത്തിൽ മുഅല്ലിമീങ്ങളുടെ ക്ഷേമനിധിയിലേക്ക് പറ്റാവുന്ന സംഭാവന സമർപ്പിച്ചുകൊണ്ട് നാളത്തെ സൗഭാഗ്യത്തിന് വേണ്ടി അവസരം ഉണ്ടാക്കണം. അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. ഇന്ന് ഖുത്ബയിൽ പറഞ്ഞത്, റിപ്പോർട്ടുകളിൽ നിപ്പാ പനിയുടെ ഒരു ഭീഷണി കാണുന്നുണ്ട്. അത് ഇത്തിരി ഗൗരവമാണ് എന്നതുകൊണ്ട് നാം പാലിക്കേണ്ട ആരോഗ്യവകുപ്പിന്റെ കൂടെ നിന്നുകൊണ്ട് സ്വീകരിക്കേണ്ട ചില മര്യാദകളെ കുറിച്ചാണ് ഖുത്ബയിൽ പറഞ്ഞത്. മഴ കൂടുന്ന സമയത്ത് മഴ എന്നത് നിഅമത്താണ്. ചില സമയത്ത് മഴയിലൂടെ പകർച്ചവ്യാധികൾ ഉണ്ടാകാറുണ്ട്. പകർച്ചവ്യാധി ഇല്ല എന്നൊരു ഹദീസുണ്ട്. ആ ഹദീസ് മാത്രം മനസ്സിലാക്കിയിട്ട് പകർച്ചവ്യാധിയെ കുറിച്ച് പരാമർശിക്കുമ്പോഴേക്ക് ചോദ്യം ചെയ്യുന്ന പരിഹസിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്. അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഏത് ഹദീസാണെങ്കിലും ആയത്താണെങ്കിലും അത് മനസ്സിലാക്കുന്ന രീതിശാസ്ത്രമുണ്ട്. ആ ഒരു പാരമ്പര്യ ലൈനിൽ നിന്ന് മാറിയാൽ ബിദ്അത്ത് മാത്രമല്ല കുഫറും റിദ്ദത്തൊക്കെ വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ ഹദീസ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തന്നെ ചില മൃഗങ്ങളിലൂടെ രോഗം പടരുന്ന സമയത്താണ്. അപ്പൊ പിന്നെ പകർച്ചവ്യാധി ഇല്ല, രോഗം പടരുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വന്തമായി പടരൂല എന്നാണ്. അള്ളാഹു കരുതണം എന്നാണ് അതിന്റെ മാന. അല്ലാതെ രോഗമാണോ ആണ്ടൊന്നും പകരൂല എന്നതിനർത്ഥമില്ല. മാത്രമല്ല, പകരും എന്ന അർത്ഥത്തിലേക്ക് നിരവധി ഹദീസുകളുണ്ട്. ഒരു നാട്ടിൽ പ്ലാഗ് ഉണ്ടെങ്കിൽ നിങ്ങളാരും അങ്ങോട്ട് പോകരുത്, അവിടുന്ന് ആരും ഇങ്ങോട്ടും വരരുത് എന്ന് പറഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹി. ഇതാണ് ഐസൊലേഷൻ. ആ പറഞ്ഞാണ് പിന്നീട് ഇംഗ്ലീഷ് ഭാഷയിൽ ഐസൊലേഷനായി മാറിയത്. ക്വാറന്റീൻ എന്ന് പറഞ്ഞാൽ അതാണത്. അവിടുന്ന് ഇങ്ങോട്ടും വരരുത്, ആണ്ടും പോകരുത്. ഇത് ലോകത്ത് ആദ്യം പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ അതിനർത്ഥം എന്താണ്? പകരുന്നല്ലോ പറഞ്ഞത്. പകരൂല എന്നൊരു ഹദീസില്, പകരുന്നൊരു ഹദീസില്. നീ രണ്ട് ഹദീസുകൾ തമ്മിൽ ജമ്മ ചെയ്തിട്ട് ഇമാമിങ്ങൾ പറയണം. അത് സ്വീകരിക്കുമ്പോഴേ ഹക്ക് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ബിദ്അത്ത് ഉണ്ടാവും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ ഈ സമയത്ത് ആരോഗ്യവകുപ്പ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ശുദ്ധി പാലിക്കാൻ. നമ്മളാള് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു എന്ന് മാത്രമല്ല, ലോകത്ത് വിശ്വാസവുമായി ശുചിത്വത്തെ കണക്ട് ചെയ്ത ഒറ്റ നേതാവേ ഉള്ളൂ, മുഹമ്മദുർ റസൂലുള്ളാഹി. അന്നളാഫത്തു മിനൽ ഈമാൻ എന്ന ഹദീസിൽ കാണാം. ശുചിത്വം എന്നത് ഈമാനിൽപ്പെട്ടതാണ്. ശുചിത്വം എന്നത് ഈമാനിൽപ്പെട്ടതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. ഈമാനിൽ എന്തെല്ലാം പെട്ടു? ഞാൻ നാളെ ഒരു MLA നോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളും നിയ്യത്ത് എന്നാക്കിയ സ്വർഗം കിട്ടും. എന്തുകൊണ്ട്? ഈമാനിൽ പെട്ടതാണ്. ഇമാത്തത്തുൽ അദാനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഗതാഗത കുരുക്ക് നീക്കാന്നല്ലേ പറഞ്ഞത്. ത്വരീഖിൽ നിന്ന് ക്ലേശങ്ങൾ നീക്കുക എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് നീക്കുക, ഗതാഗത കുരുക്ക് നീക്കുക, റോഡ് ശരിയാക്കി കൊടുക്കുക, ഇതൊക്കെ പെട്ടല്ലോ. അപ്പൊ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി പരാമർശിച്ചുകൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അധ്യാപനം പൂർത്തിയാക്കി ഈ ലോകത്തോട് താൽക്കാലികമായി വിട പറഞ്ഞുകൊണ്ട് മറ്റൊരു ലോകത്ത് ഇന്നും എന്നും തിളങ്ങുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി. ആ കൂട്ടത്തിൽ ഏതൊരു രോഗത്തിനും മരുന്നുണ്ട് എന്ന ഹദീസിൽ കാണാം. മാ അൻസലല്ലാഹു ദാൻ ഇല്ലാ അൻസല മഅഹു ശിഫാൻ, അല്ലെങ്കിൽ അൻസല മഅഹു ദവാൻ. ഒരു രോഗമുണ്ടെങ്കിൽ അതിന് മരുന്നുണ്ട്, അത് കണ്ടുപിടിക്കണമെന്ന് മാത്രം. പക്ഷെ രോഗം വന്ന് മരുന്ന് സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗമാണ്. അതിന്ന് ഡോക്ടേഴ്സ് മുഴുവനും പറയുന്നതാണ്. വന്നിട്ട് ഹോസ്പിറ്റലിൽ കയറല്ല, നിങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ എന്നാണ് എല്ലാ രോഗത്തിനെ കുറിച്ചും ഡോക്ടർമാർ പറയുന്നത്. ഇപ്പോൾ കോഴിക്കോട് പ്രത്യക്ഷപ്പെട്ടുള്ള നിപാ പനി, അത് എങ്ങനെ വേറൊരു പനി, വേറൊരു സോക്കോടും കൊണ്ട് എന്താ സുഖല്ല എന്നല്ല, സുഖല്ല എന്നോ? എനിക്ക് സുഖമാണ്, പരമസുഖ. അതിന്റെ പേരെന്താ? സിഗല്ല. ഞങ്ങളൊന്ന് പറയാനാ. ഇപ്പൊ രണ്ടാണിപ്പോ കേരളത്തെ പിടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാരും കുറച്ച് ഭീഷണിയിലും പ്രശ്നത്തിലുമാണ്. പേടിക്കണ്ട, ഒരു പേടി വേണ്ട. പ്രത്യേകിച്ച് വിശ്വാസിക്ക് പനി എന്നല്ല, സിഗല്ല എന്നല്ല, നിപ എന്നല്ല, കൊറോണ എന്നല്ല, ഒമിക്രോൺ എന്നല്ല, എന്ത് വന്നാലും വിശ്വാസിയെ പേടിച്ചെടുത്തോളം അവൻ ഒരർത്ഥത്തിൽ അത് നല്ലതാണ്. എന്തുകൊണ്ട്? ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു
യബ്തലി, അവൻ പരീക്ഷിക്കും, രോഗം കൊണ്ട് മറ്റ് പലതുകൊണ്ട് പരീക്ഷിക്കും. അബ്ദഹു, അവന്റെ ഇഷ്ടപ്പെട്ട അടിമയെ പരീക്ഷിക്കും. സുമ്മ യുആഫി, പിന്നെ അല്ലാഹു തആല മാറ്റിക്കൊടുക്കും. അങ്ങനെ മാറ്റി പരീക്ഷിക്കുന്ന അള്ളാഹു കൊടുക്കുന്ന ഈ രോഗാദി കാര്യങ്ങൾ ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വകാനത്ത് കഫാറത്തൽ ലിമാ മളാ. മനുഷ്യൻ എന്ന നിലയിൽ ജീവിതത്തിൽ വന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും, ഏതാളുകൾക്കും വരും ഇത്തിരി കുഴപ്പങ്ങൾ. അതവന്റെ ജീവിതത്തിൽ നിന്ന് ഈ പനി വന്നു പോവലോടുകൂടെ, ഈ രോഗം അവൻ സഹിക്കലോടുകൂടെ അല്ലാഹു തആല അത് പരിഹാരമാക്കും, പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിനാണ് ഈ പനിയൊക്കെ. അതുകൊണ്ട് പനിയെക്കുറിച്ച് മാത്രം ഹദീസുണ്ട്. ഇന്ന് പനിയെക്കുറിച്ച് മാത്രമുള്ള ദീർഘമായ ഹദീസ് ഞാൻ ഖുത്ബയിൽ പറഞ്ഞിരുന്നു. എല്ലാം കൂടി വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. കേട്ടോളൂ ഒരു ഹദീസ്. ഇദാ ജാഅത്തിൽ ഹുമ്മ, അറബ് ഭാഷയിൽ പനിക്കുള്ള പ്രധാനപ്പെട്ട അറിയപ്പെട്ട ഒരു വാക്കാൽ ഹുമ്മ എന്നുള്ളതാണ്. ഇദാ ജാഅത്തിൽ ഹുമ്മ, പനി വന്നാൽ ലിന്നഫ്സിൽ മുഅ്മിന, വിശ്വാസിയായ ഹൃദയത്തിൽ യഖീന ദൃഢരൂഢമൂലമായ അല്ലാഹുവിനെ അറിയുന്ന പറയുന്ന ഒരു മനുഷ്യന് പണി പിടിപെട്ടാൽ പനി വരുന്നത് ശരീരത്തിലാണ്, ആത്മാവിലല്ല. ഉടനെ തന്നെ ശരീരത്തിന്റെ അകത്തുള്ള ആത്മാവ് ഈ ശരീരത്തിൽ കയറിയിട്ടുള്ള പനിയോട് ചോദിക്കുന്നതാണ്, മാതാ തുരീദീന അയ്യത്തുഹൻ നഫ്സ് അയ്യത്തുൽ ഹുമ്മ, ഓ പനി, മാതാ തുരീദീൻ, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ശരീരത്തിൽ നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അയാൾ നിസ്കരിക്കുന്ന ആളാണല്ലോ, അയാള് ദർശനം കൊടുക്കുന്ന ആളാണല്ലോ, അതേ കമ്മിറ്റിയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആളാണല്ലോ, അതേ ഇടക്കിടക്ക് ഹജ്ജിന് പോകുന്ന, മാസം മാസം ഉംറയ്ക്ക് പോകുന്ന ആളാണല്ലോ, സകല നന്മകളിലും വ്യാപൃതനാണല്ലോ. പിന്നെ ഈ ശരീരം എന്തിനാണ് നീ കാരിക്കൂടി വീട്ടിൽ നീ കടത്തിയത്? ഈ നല്ല മനുഷ്യന്റെ ശരീരത്തിൽ എന്തിനാണ് നീ കയറിക്കൂടിയത് എന്ന് മനുഷ്യന്റെ അകത്തുള്ള ആത്മാവ് പുറത്തു വന്ന പനിയോട് ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറയുകയാ. എന്തിനെ കുറിച്ച് ഹദീസില്ലാത്തത്? അപ്പോ ഈ വന്ന പനി പറയുന്ന ഫതഖൂലുൽ ഹുമ്മ, പനി പറയും, ഇന്ന നഫ്സക്കി ഹാദി, ആത്മാവിനോട് പറയാണ്. കാരണം ഈ ആത്മാവിന് അണിഞ്ഞൊരു കുപ്പായാണല്ലോ ഈ ശരീരം. മൊബൈലിന്റെ കവറ് പോലെയാണ് ശരീരം. ശരീരം ഒന്നുമല്ല, അതിന്റെ ഉള്ളിലാണ് മൊബൈൽ ഉള്ളത്. ശരീരം എന്നുള്ളത് നമ്മളിങ്ങനെ കുപ്പായ ഒരിയിട്ട് ഇതുമ്മ തൂക്കുമല്ലോ, അയലുമ്മ തൂക്കുമല്ലോ, ആങ്കർമ്മ തൂക്കുമല്ലോ എന്നപോലെ ഈ ആത്മാവിനെ സഞ്ചരിക്കാൻ ഭൂമിയിൽ ഒരു ശരീരമാകുന്ന കുപ്പായ അള്ളിട്ട് കൊടുത്താണ്. മരണത്തോടു കൂടി കുപ്പായ ആംക്രമ തൂക്കിയിട്ട് കബറാകുന്നതിൽ കൊളുത്തിയിട്ട് ആത്മാവാണ്ട് പോകും. അപ്പൊ ആത്മാവാണ് വിഷയം. ആത്മാവിന്റെ ശരീരത്തിലാണ് ഈ പനി കയറിയത്. അപ്പൊ ആത്മാവ് ഇടപെടും. പോലീസുകാരെങ്ങനെ പോകുന്ന സമയത്ത് ഡ്രൈവർ വണ്ടിന്റെ ഉള്ളിൽ നിന്ന് വയ്ക്കും, എന്തേന്ന് വയ്ക്കും. കാരണം പുറത്തു വന്നിട്ട് കൈയാട്ടി എന്തേന്ന് വയ്ക്കും. അപ്പോ ഈ പുറത്തേക്ക് വന്ന പനിയോടെ ഉള്ളിലുള്ള ഡ്രൈവറാകുന്ന ആത്മാവ് തന്റെ ബോഡിയാകുന്ന ഈ ബോഗി, തന്റെ ബോഗിയാകുന്ന ഈ ബോഡിയിൽ കയറിയിട്ടുള്ള രോഗാണുവിനോട് വയ്ക്കും, എന്തേ ഈ ശരീരത്തിൽ എനക്ക് കാര്യം, ഇത് നല്ല ശരീരാണല്ലോ. അപ്പൊ പനി പറയും, നിന്റെ ശരീരം നല്ലതാന്ന് എനിക്കറിയാം, നിന്റെ വണ്ടി പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണെന്ന് എനിക്കറിയാം, നാളെ ഞാനൊന്ന് കയ്യാട്ടിയാണെന്ന് അറിയില്ലേ എന്ന പോലെ നിന്റെ ഈ ശരീരം നല്ലതാന്ന് എനിക്കറിയാം. പക്ഷേ ശ്രദ്ധിക്കണേ, ജീവിതത്തിൽ ഇത്തിരി കുഴപ്പങ്ങളൊക്കെ എന്റെ ശരീരത്തിന് ഉണ്ടായിട്ടുണ്ട്, എങ്ങനാലും ഉണ്ടാവും. ഈ സാഹസിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ ഇന്ന് വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്? ഒന്ന് പറയോ? ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങളിന്ന്. നമുക്ക് പറയാൻ ആഗ്രഹം ഉണ്ടാവും. നാളെ എന്നോട് ഒരു കള്ളൂടി ഞാൻ പറഞ്ഞ്, അള്ളാഹു തആല എന്റെ കാലം എന്തെങ്ങനെ പഴിപ്പിക്കണേന്ന് എനിക്കറിയില്ല, ജീവിതത്തിൽ ഒരു തെറ്റേതായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. ആന കുടിയാനാ, ഭയങ്കര കുടിയാനാ. അവൻ കുടിയനാന്ന് എനിക്കറിയാം, കാരണം കുടിച്ചു കണ്ട് എന്റെ റൂമിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഇവിടെ അല്ല കേട്ടോ, ഇവിടെ നിന്നല്ല. നിങ്ങളവിടെ ഇങ്ങനെ ആളെ തപ്പാൻ നിൽക്കണ്ട, വേറെ സ്ഥലത്തുനിന്നാണ്. കുടിച്ചിട്ട് എന്റെ റൂമിൽ വന്നിട്ടുണ്ട്. ഞാൻ അടുത്തേ കുടിക്കാൻ പൈസക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പൈസയും കൊടുത്തിട്ടുണ്ട്. സോറി, ഇപ്പം കുടിക്കുന്ന ആളാന്ന് അറിയാത്തോണ്ട് കൊടുത്താണ്. പിന്നെ എന്നോട് വേറെ ആളെന്ന് പറയും, ഇനി കൊടുക്കരുത് ഉസ്താദ്, നിങ്ങളിരുന്ന് വാങ്ങിയ പൈസ ഇട്ട് കുടിക്കാനോ പോയിക്കണേ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ അടുത്ത് വാങ്ങിയ പൈസ ഇട്ട് കുടിക്കാൻ പോയ സുഖം ഉണ്ടാവില്ല, അതിന്റെ വെച്ചാണ് വീണിട്ട് കാല് പൊട്ടിയത്. അത് പറയാനാ പിന്നെ എന്റെ അടുത്ത് വന്നത്. അപ്പൊ ഏതാൾക്കും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ ആഗ്രഹം. കാരണം നമ്മൾ ചെയ്ത തെറ്റുകളൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഓർമ്മ ഉണ്ടാവും ഇബാദത്തുകൾ മാത്രം. അത് ഓർമ്മ ഉണ്ടാവും, തെറ്റുകൾ ഓർമ്മ ഉണ്ടാവും.
അപ്പൊ ഏത് മനുഷ്യനാണെങ്കിലും ഇത്തിരി ഇത്തിരി കുഴപ്പങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ പനി പറയാണ്, ഈ ആത്മാവിനോട് പറയാണ്, നിന്റെ ശരീരം നല്ല ശരീരം തന്നെയാണ്, പക്ഷെ ഇത്തിരി കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കയറിയ എന്തിനാ വെച്ചാല് അയാൾ പോപ്പിനുള്ളിൽ കൊടുക്കാനല്ല, അദ്ദേഹം നല്ല മനുഷ്യനായതുകൊണ്ട് അയാൾ സ്വർഗത്തിലേ പോകാവൂ, അയാളുടെ തെറ്റുകൾ നരകത്തിലാക്കരുത്. അപ്പൊ ഞാൻ ശരീരത്തിൽ കയറിയിട്ട് ഒന്നിങ്ങനെ ശുദ്ധി കശാലം ചെയ്യാണ്, ഒന്ന് ശുദ്ധിയാക്കുകയാണ്. ഇത് പറയുമ്പോ ആത്മാവ് പറയും, എന്നാ വേഗം പോവല്ലേ, കുറച്ച് ദിവസം അവിടെ കിടന്നോട്ടെ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പനിച്ചാല് വേഗം നീക്കാൻ പറ്റാത്തത്. മനസ്സിലായി നിങ്ങൾക്ക്? ആത്മാവ് ഉത്തരം നൽകും, വിളിച്ചു പറയുന്നത് ഉദിനി ഉദിനി ഉദിനി, എന്നിട്ട് അടുത്തേക്ക് വരാൻ തന്നെ ഒന്നും കൂടി ചൂടായി കൂടുന്നു. കാരണം പനി പെട്ടെന്ന് മാറില്ല, ഗുളി കുടിച്ചാൽ മാറും, രാത്രി ഒന്നും കൂടി ഇങ്ങോട്ട് വരും. എന്തുകൊണ്ട്? അന്നെ നമ്മൾ ആത്മാവ് വിളിച്ചു വരുത്തിയതാണ്. ശരീരത്തിൽ കയറിയ പെട്ടെന്ന് പോരുത്. രാവിലെ പണിച്ചിട്ട് വൈകുന്നേരം മാറുക എന്നുള്ളതിന് ബുദ്ധിമുട്ടാണ്. അങ്ങനെ മാറും ചെയ്യരുത്. ഈ സോക്കട് പെട്ടെന്ന് മാറാൻ പാടില്ല. ചിലരുണ്ടാവും കാൽമ ചെറിയ പുണ്ണുണ്ടാവുള്ളൂ, ആണ് മരുന്ന് വെച്ചിട്ട് അതിന് പുറത്തൊരു ഗുളികയും അപ്പാണ് ഇതാവും, പിന്നെ ഇത് ക്യാൻസർ ആയിട്ടേ വരിക. ആരോടും ഉണ്ടണ്ട, ഞാൻ നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ പെട്ടെന്ന് മാറ്റലുണ്ടല്ലോ, അത്ര ഗുണമുള്ള കാര്യമല്ല. കുറച്ചൊക്കെ അങ്ങനെയാണ് പോയിക്കോട്ടെ. എന്നിട്ട് മാറില്ലെങ്കിൽ കുറച്ച് മരുന്ന് നിങ്ങൾ ഡോക്ടറോട് വെച്ചൊക്കെ മരുന്ന് കുറേശ്ശെ ചെയ്യിക്കാൻ പറ്റുള്ള ആവശ്യത്തിന്. നമ്മൾ ഈ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് വാരി മുണുങ്ങലുണ്ടല്ലോ, അത് വലിയ ഭീകരമായ മാരക രോഗത്തിന് കാരണമാവും. ഞാൻ അപ്പൊ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ മനുഷ്യന് ഏത് രോഗങ്ങളും നല്ലതാണ്. പക്ഷേ ചികിത്സിക്കലോ ഡോക്ടറെ കാണലോ ആരോഗ്യ വകുപ്പിന്റെ ചിട്ടകൾ സ്വീകരിക്കലോ ഈമാനിനോ തവക്കുലിനോ എതിരല്ല. ചിലര് മനസ്സിലാക്കിയിട്ടുണ്ട്, എന്ത് വന്നാലും ഡോക്ടറെ കാണണ്ട, എന്ത് വന്നാലും ഹോസ്പിറ്റലിൽ പോകണ്ട, ഞാൻ തവക്കുലിന്റെ. അങ്ങനെ ഒരു തവക്കുലില്ല. തവക്കുൽ എന്ന് പറഞ്ഞാൽ അസ്ബാബ്, നിമിത്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അള്ളാനെ ഏൽപ്പിക്കുന്നതാണ് നമ്മുടെ തവക്കുല്. മറ്റൊരു തവക്കുലുണ്ട്, അതിവിടെ പറയാനും ആഗ്രഹിക്കുന്നില്ല, കാരണം അതിന്റെ ക്ലാസ്സിലല്ല ഇപ്പൊ നമ്മളുള്ളത് തവക്കുലിന്റെ വിഷയത്തിൽ 8ാം ക്ലാസ്സിലാണ്. +2 കഴിഞ്ഞ ആളുകളുണ്ട്, അവരുടെ വേളല്ലോ ഇപ്പത്, അത് വേറെ മേറ്ററാണ്. നമുക്ക് രോഗം വന്നാൽ ചികിത്സിക്കണം, ഡോക്ടറെ കാണണം. കാരണം നിമിത്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അള്ളാനെ ഏൽപ്പിക്കുന്ന മാതൃകയാണ് പരസ്യമായി പഠിപ്പിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി. മേറാജിന് പോണ സമയത്ത് ബൈത്തുൽ മഖ്ദിസിൽ എത്തിയപ്പോഴ് ഇനി ആകാശത്തേക്ക് കയറുകയാണ്, ഇസ്രാ കഴിഞ്ഞു. ആകാശത്തേക്ക് കയറുന്ന സമയത്ത് ബുറാഖ് എന്ന അത്ഭുതകരമായ പ്രകാശ വാഹനത്തെ പാറപ്പുറത്ത് കുറ്റിയിൽ തറച്ച് കെട്ടിയിട്ട ആളാണ് മുഹമ്മദ് മുസ്തഫ. ഇതെന്തിനാ കെട്ടിയിരുന്നു? ഇതെന്തിനാ അവിടെ ബന്ധിപ്പിക്കണ്? ബുറാഖല്ലേ, ഓടിപ്പോവോ? റസൂലുള്ളാന്റെ വാഹനല്ലേ, യാത്ര മൊത്തം അത്ഭുതല്ലേ, പിന്നെന്തിനാ അവിടെ കുറ്റിമ കൊളുത്തുന്നത്? വന്ന അതേറ്റാണ് പോയാ പോരെ? അത് നമ്മളെ പഠിപ്പിച്ചതാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഇത് ഏത് അത്ഭുത അനുഭവങ്ങളിലാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ചില ആളുകൾ പറയും തവക്കുല് പക്ഷികൾക്ക് പോലും ഇല്ലേ, കാരണം രാവിലെ വേറെ ഒട്ടിയിട്ട് പക്ഷികൾ പുറത്തേക്ക് പറക്കണ്, രാത്രിയാകുമ്പോ തിരിച്ചു വരുന്ന സമയത്ത് പക്ഷികളുടെ വേറെ നിറഞ്ഞില്ലേ, പിന്നെന്തിനാ പണിക്ക് പോണെന്ന് ഒരാൾ എന്നോട് ഓതിയതാ. ഒരു മക്കബറയിൽ മാത്രം പോയി കിടക്കുന്ന ആൾക്കാരുണ്ടാവും, പെണ്ണുങ്ങൾ നോക്കൂല. മക്കബറയിൽ പോണതും കിടക്കുന്നതും ദ്വാരക്കണതും ഒക്കെ നല്ലതാ, പക്ഷെ നമ്മുടെ ബാധ്യതകൾ മറന്നുകൊണ്ട് അവിടെ പോയിട്ട് ചളി കിടന്നാലൊന്നും അള്ള സ്വീകരിക്കൂല. നമ്പർ മക്കാമിൽ എപ്പോഴും പെണ്ണുങ്ങളാണെങ്കിലോ ഇടയിൽ കൂടെ പോണ ആൾക്കാരെ നമ്പർ വാങ്ങും ചെയ്യാം. ഇപ്പൊ മക്കബറയിൽ ഇപ്പൊ നമ്പറന്തങ്ങൾ എടുത്തു. പെണ്ണുങ്ങൾക്കാണെങ്കിലോ വഴി കൂടി പോണ അബ്ദുറഹ്മാന്റെ അബ്ദുൽ ജലീലിന്റെ നമ്പർ വാങ്ങാം, കാരണം ദബ്ബത്തിന്റെ ഉള്ളിലില്ല. ഇപ്പണി പറ്റൂല. മക്കബറയിൽ പോവാ, ദ്വാരക്ക, മഹാന്മാരെ മദത് കിട്ടും, ഒക്കെ ശരി. പക്ഷെ ഫുള്ളായിട്ട് ഹുക്കൂക്ക് മറന്നുകൊണ്ട് ഒരു പോക്ക് ദീനിലില്ല. അപ്പൊ ഞാൻ പണിക്കൊന്നും പോവില്ല. അപ്പൊ ഇങ്ങനെ ഒരു 5-8 മോതിരയിട്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ എന്നോട് ഈ ഹദീസ് ഇങ്ങോട്ട് പഠിപ്പിച്ചത്, പക്ഷികൾ രാവിലെ പറക്കൂലേ രാത്രി എന്നപോലെ. ഞാൻ പറഞ്ഞു, പക്ഷികൾ പറക്കുണ്ട്, കൂട്ടിലിരിക്കല്ലോ. പക്ഷികൾ പുറത്തേക്ക് പറക്കണ്ടല്ലോ, അത് അധ്വാനല്ലേ, അത് സബബല്ലേ. ഇജ്ജ് പറക്കണില്ലല്ലോ, ഇജ്ജ് കൂട്ടിന്റെ ഉള്ളിലല്ലോ, അനക്കെങ്ങനെ ഇത് വാതകാക? പക്ഷികൾ രാവിലെ പറക്കുണ്ട്. പറക്കണ എന്തിനാ? അന്നം തേടിയിട്ടാ പറക്കണ്. അപ്പൊ ഓലെടുക്കേണ്ട പണി ഓലെടുക്കുന്നുണ്ട്, എന്നിട്ടാണ് ഭക്ഷണം കിട്ടുന്നത്. നീ പറയണതോ പറക്കണില്ല, അധ്വാനിക്കണില്ല, അന്നം തേടണില്ല. ഇജ്ജ് പൊരയിൽ ഇങ്ങനെ ഇരിക്കുക, ആരെങ്കിലും കൊടുന്നാ മുണങ്ങാൻ വേണ്ടിട്ട്. അത് പക്ഷികളോട് ബന്ധപ്പെടുത്താൻ പറ്റില്ല, കാരണം പക്ഷികൾ വേറെയാണ്. ഓല് ചെയ്യേണ്ട കാര്യം ഓല് ചെയ്യണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം, എന്നിട്ട് ദ്വാർക്കണം. അതാണ് തവക്കുല്. നമ്മളെ തവക്കുൽ അതാണ്. പിന്നെ ഒരു തവക്കുലുണ്ട്, അവർക്ക് പിന്നെ ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു തവക്കുലുണ്ട്, അസ്ബാബുകൾ ഒഴിവാക്കിയിട്ട് ആ ശുദ്ധീകരണന്റെ തവക്കുലാണ്. അവരോട് പിന്നെ വേള് പറയേണ്ട ആവശ്യമില്ല, കാരണം അവരുടെ കാര്യം മൊത്തം അള്ളാഹു ഏറ്റതാണ്. അവരോടല്ലല്ലോ ഇപ്പൊ വേള് പറയുന്നത്. ആ കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നിപ വൈറസിനെ കുറിച്ച് ഖുത്ബയിൽ പറഞ്ഞു. അവിടെ ഞാൻ ഫൈറൂസാത്ത് എന്നാണ് വൈറസിന് അറബി പറഞ്ഞത്. ആ നിപ വൈറസ് എങ്ങനെ ഉണ്ടാകുന്നതിനെ കുറിച്ച് വ്യത്യസ്ത ചർച്ചകളുണ്ട്. ഏത് ചർച്ചകളും അവസാനം ഉടഞ്ഞിട്ട് എത്തുന്നത് ഒരു പോയിന്റിലാണ്. ഏതാ പോയിന്റ്? വൃത്തി ഉണ്ടാവണമെന്നാണ്. അതുകൊണ്ടാണ് ഡോക്ടർമാരെ മുഴുവനും പറയുന്നത്, പച്ചക്കറി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ കഴുകി വൃത്തിയാക്കണേ.
ഫ്രൂട്ട്സുകൾ വാങ്ങി കഴിക്കുകയാണെങ്കിൽ കഴുകാതിരിക്കരുതേ. കഴുകുന്ന മനുഷ്യന്മാർ മുങ്കൈ കഴുകാൻ മറക്കരുതേ. ഇടക്കിടക്ക് മുഖം കഴുകണേ, ഇടക്കിടക്ക് വായിൽ വെള്ളം കുപ്പിളിക്കണേ, ഇടക്കിടക്ക് കൈകാലുകൾ കഴുകണേ. ഇതൊക്കെയാണ് പരിഹാര മാർഗമെന്ന് ഇന്ന് എല്ലാ ഡോക്ടേഴ്സും ഉറപ്പിച്ച് തറപ്പിച്ച് പറയുമ്പോ, ആരോഗ്യ വകുപ്പ് ലോകത്തോട് വിളിച്ചു പറയുമ്പോ, രോഗമില്ലാത്ത സമയത്തും ഇടക്കിടക്ക് മുങ്കൈ കഴുകണമെന്ന് പറഞ്ഞ ആളല്ലയോ നബിയുനാ റസൂലുള്ളാഹി. എന്താ നേരത്തെ ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചല്ലേ പോയത് അല്ലേ? ഞാൻ കഴിഞ്ഞ കൊറോണ കാലത്ത് പൊന്നാനി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്റെ കാലിങ്ങനെ ഒന്ന് സ്റ്റൂള് വീണിട്ട് കീറി. കാരണം ആ സമയത്ത് മൊത്തം ഞാൻ ഈ കവിതന്റെ ഭ്രാന്തിലാണ്. കവിത ഇങ്ങനെ എഴുതും. 150 കവിത ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. കൊറോണനെ കുറിച്ച് കവിത കാണുന്നതൊക്കെ കവിതാക്കലാണ്. കാരണം അന്ന് വേളൊന്നുമില്ലല്ലോ. ഇപ്പൊ ഒരു പിരാന്താണ്ട് കയറി. അപ്പൊ നിങ്ങളൊരാളും കണ്ട് വരുമ്പോ അപ്പൊ കവിത എഴുതും. അങ്ങനെ കവിതയായിരുന്നു. കൊറോണനെ കുറിച്ച് കവിത ഉണ്ട്. അന്നൊരു ബ്ലാക്ക് മാൻ ഉണ്ടായിരുന്നു. ബ്ലാക്ക് മാനിലെ ആ മിഥ്യയാണ്. അതിനെ കുറിച്ച് 2 കവിത ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കുക. ഒരു ദിവസത്ത് തുടങ്ങിയാലാണ്ട് അവസാനിപ്പിക്കാതെ പേൻ എടുക്കൂല ഞാൻ. അങ്ങനെ ദിവസം ഒരു കവിത, ഒരു പൊട്ടത്തരം കവിത ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ കുറെ കവിത ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കുമ്പോ രാത്രി ഉറങ്ങാതെ സ്റ്റൂളും ഞാനൊക്കെ കൂടിയാണ്ട് വീണു. അപ്പൊ സ്റ്റൂളിന്റെ അടിഭാഗത്തുള്ള മൂർച്ച കാലിന്റെ ഇടയിൽ കയറിയിട്ട് കാലാണ്ട് പൊളിഞ്ഞു. 4 കവിത പൂർത്തിയാക്കി ഞാൻ. അപ്പൊ ഇറ്റേ പിടിച്ചാണ്ട് പിന്നെ എന്റെ ഡ്രൈവർ റാഷിദ് പിടിച്ചാണ്ട് ഡോക്ടറെ അടുത്ത് കൊണ്ട്. അപ്പൊ കാല് കയറി. അപ്പൊ ഞാനങ്ങനെ ആളുകൾ ഇരിക്കണ അവിടെ സ്റ്റൂളും അങ്ങനെ ഇരിക്കുക. അപ്പൊ അവിടെ ഉണ്ട് വലിയൊരു ഫ്ലക്സ് വെച്ചിട്ട്, കൊറോണയിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വീകരിക്കേണ്ട മുറകൾ: 1, ഇടക്കിടക്ക് മുങ്കൈ കഴുകുക. 2, വായിൽ വെള്ളം കുപ്പിളിക്കുക. 3, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. 4, മുഖം കഴുകുക. 5, തല ഇടക്കിടക്ക് കുടഞ്ഞു കൊടുക്കുക. 6, കാലെഴുകുക. ഞാൻ അതിന്റെ അടിയിൽ എഴുതി കൊടുക്കാൻ തോന്നി കാല റസൂലുള്ളാഹി. ഇനി എന്തിനെ കുറവായി പൊതു മുഴുവൻ അവിടെ വിധിച്ചിട്ടുണ്ട്. നമ്മളാളിത് നേരത്തെ പറഞ്ഞിട്ടല്ല പോയത്. ഈ അന്തസ് നമുക്ക് കിട്ടിയില്ലേ? എന്തിന്റെ എവിടെയാണ് ഈ ആളെ വെച്ചുകൊടുക്കാൻ പറ്റാത്തത്? ശാസ്ത്രജ്ഞന്മാരുടെ മുമ്പിൽ ക്ലാസ് എടുക്കുമ്പോ നമ്മൾ റസൂലുള്ളാഹിന്റെ ഹദീസ് ഉദ്ധരിച്ചിട്ട് എനിക്കൊരു ശാസ്ത്രജ്ഞൻ കൈയെന്നിട്ടുണ്ട്. കൊടുങ്ങല്ലൂരുള്ള ഒരു അറിയപ്പെട്ട ശാസ്ത്രജ്ഞൻ കെട്ടിപ്പിടി ഖുർആനാണ്ട് ഓതി അവര് കൈകാര്യം ചെയ്യുന്നാണ്ട് പറഞ്ഞു കൊടുത്ത് ഭ്രൂണശാസ്ത്രം. അയാൾ അടക്കി പിടിച്ച് ഇവിടെ ചെയ്യുന്ന കൈ ഒന്നായിട്ട് ചെയ്യുന്ന 5-8 സ്വർണത്തിന്റെ മോതിരം ഇവിടെ ഒരു പൊട്ടും അടക്കാണ്ട് പിടിച്ച് തലേ കെട്ടിട്ടുള്ള എന്നെ. ഇതൊക്കെ ഖുർആനിലുണ്ടോന്ന് ചോദിച്ചു. ഒക്കെ ഉണ്ടല്ലോ, എന്താ പറയാത്തത്? എല്ലാം വിശദമായി ചർച്ച ചെയ്തുകൊണ്ടല്ലേ ലോകത്തോട് വിട പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി. ആ കൂട്ടത്തിൽ ഒന്നാണ് ശുചിത്വം എന്നത്. ഈമാനിനോട് കണക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഈമാനിന്റെ ഒരു ഭാഗമാക്കി ശുചിത്വത്തെ വിശുദ്ധരായ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് വെള്ളം കെട്ടിക്കണത് ശ്രദ്ധിക്കണം. അതിൽ കൊതുകുണ്ടാവും. കൊതുകിൽ നിന്ന് നിപ്പുണ്ടാവും. കൊതുകിൽ നിന്ന് കൊറോണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ വീടിന്റെ സൈഡിൽ മറ്റൊക്കെ വെള്ളം കെട്ടിക്കുന്നത് ശ്രദ്ധിക്കണം, ഒഴിവാക്കണം. അതുപോലെ നല്ല വൃത്തിയിൽ എപ്പോഴും നടക്കണം, കുളിക്കണം. നല്ല വൃത്തിയിൽ എപ്പോഴും നടക്കണം. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് മാത്രം ഉപയോഗിക്കാവൂ. ഈ പ്രത്യേക സമയത്ത് വളരെ ഗൗരവത്തിൽ. അതിലൊക്കെ വളരെ അണുബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എവിടുന്നൊക്കെ വരുന്ന മീനായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. നിർബന്ധമായിട്ട് അതൊക്കെ കൊണ്ടുപോയി കഴിക്കേണ്ടി വരുമ്പോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേണമെങ്കിൽ ചുടുവെള്ളത്തിലും കഴുകിയിട്ടൊക്കെ വേണം വയറ്റിക്കാക്കാൻ. അല്ലെങ്കിൽ വേറെ വേദന ഉണ്ടാവും, കുടലിൽ പുണ്ണുണ്ടാവും. കുടലിനുള്ളിൽ രോഗാണു വന്നാൽ തലച്ചോറക്കെത്തും. തലച്ചോറക്കെത്തിയ മരണം മുന്നിലാണ് സാധ്യതയുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഇന്ന് ഞാൻ ഈ രോഗത്തിനുള്ള ബാഹ്യമായ കാരണങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ആന്തരികമായ കാരണങ്ങളുണ്ട്. രണ്ടും കൂടി സംയോജിപ്പിച്ച് പറയാൻ സമയം പര്യാപ്തമല്ലാത്തതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തും ആഫിയത്തും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഹിദായത്തും ആഫിയത്തിലായി ജീവിച്ച് ഹിദായത്തിലായി ചിരിച്ച് നല്ല സമയത്ത് പ്രസന്ന ഭാവത്തോട് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇവിടെ ഇരുന്ന് കേട്ട മുഴുവൻ നമ്മളെ എല്ലാവരെയും അല്ലാഹു അസഹ്യമായ പ്രതിസന്ധി, പരീക്ഷണ, പരാജയ, രോഗം, ബുദ്ധിമുട്ട്, കഷ്ടപ്പാട്, തളർച്ച, തകർച്ച ഒക്കെയിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. ഇനി വല്ല രോഗാണുക്കെ വരികയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ജീവിതത്തിൽ എപ്പോഴും നമുക്കൊരു ഒരു ഒരു ഫണ്ട് ഉണ്ടാണ്, വ്യക്തിപരമായിട്ടൊരു ഫണ്ട്. പിന്നെ സഹായത്തിൽ മുന്നിലുണ്ടാവും. നല്ല സഹായിക്കുള്ള പൈസ നിനക്ക് പറ്റുന്ന ആൾക്കാർ ഈ സാഹസിലുണ്ട്. അല്ലാഹു ഹൈറും ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. ഒരിക്കലും നല്ല ഹൈറായ മാർഗത്തിൽ പൈസ കൊടുത്താൽ അത് വെറുതാവൂല. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അതുകൊണ്ട് ബർക്കത്ത് നമ്മുടെ കൽബിലും പള്ളയിലും കുടുംബത്തിലും നിറച്ചരും. നാളെ സ്വർഗത്തിൽ അല്ലാഹു തആല അവനെ കാത്തിരിക്കുകയാണ്. നാളെ സ്വർഗം തുറന്നു കൊടുക്കാൻ അല്ലാഹു കാത്തിരിക്കുകയാണ്. അപ്പോ ഇന്ന് നിങ്ങളോട് ഇത് പറയാൻ കാരണം ഇത്തരം അപകടങ്ങളിലും രോഗങ്ങളിലും പഴയ കാലത്ത് ചില മഹാന്മാരുണ്ടായിരുന്നു. എന്ത് കറാത്തൊരു ചെറിയ തെറ്റ്, ഒരു കറാത്ത് ചെയ്താൽ സ്വകാര്യത്തെ വലിയൊരു പൈസ സ്വതക്ക് കൊടുക്കും. കാരണം എന്താ? ഇതുകൊണ്ട് അത് പോയി കിട്ടാൻ. ഇന്ന് അതില്ല. ഇന്ന് നമ്മളൊക്കെ ചെയ്യണ തെറ്റനുസരിച്ചുകൊണ്ട് പൈസ കൊടുക്കുകയാണെങ്കിൽ എത്ര ഉണ്ടാവും? കൊടുക്കേണ്ടി വരും.
വേണ്ട, നമ്മൾ ഇങ്ങനെയാണ് കരുതുക. ഒരു കറാത്തിന് ഒരു കല്ല് ഒരാൾക്ക് വീടുണ്ടാക്കാനുള്ള കല്ല് കൊടുക്കുകയാണെങ്കിൽ കുറെ ആൾക്കാർക്ക് പെട്ടെന്ന് പേരുണ്ടാവും. ഒരു കറാത്തിന് ഒരു കല്ല്. അപ്പൊ എത്ര ലോഡ് ഒരു ദിവസം ഞാൻ ഇറക്കേണ്ടി വരും? അതിനൊക്കെ കൂടി കുറച്ചെന്തെങ്കിലും. അപ്പൊ ഇന്ന് മുഅല്ലിമീങ്ങൾക്ക് കൊണ്ടുള്ള ഫണ്ടാണ്. അവിടെ കല്ല് കൊടുത്തുകൊണ്ട് ആരെയും പോണ്ട. നല്ല പൈസ, നല്ല മനസ്സോടുകൂടി നിങ്ങളും റബ്ബും മാത്രം. എനിക്കല്ല ഞാൻ മദ്രസ പഠിപ്പിക്കുന്ന ആളൊന്നുമല്ല. മദ്രസ മുഅല്ലിമീങ്ങൾക്കുള്ള ഫണ്ടാണ്. ഇനി മൂലർക്ക് മദ്രസയിൽ നിന്ന് എന്തോ കൊടുക്കണ്ട, അതിനെ എനിക്ക് ഞാൻ മദ്രസ ഇല്ലാത്ത ആളാണ്. പാവപ്പെട്ട ഇവിടുത്തെ മുഅല്ലിമീങ്ങൾക്ക് എന്നല്ല, പൊതുവെ മുഅല്ലിമീങ്ങൾക്ക് മുഴുവനും കൊടുക്കുന്ന സമസ്തയുടെ കീഴിലുള്ള ഒരു ക്ഷേമനിധിയാണ്. പറ്റുന്ന ആളുകൾക്ക് നല്ല സഹായം ചെയ്തു പോവാ. സഹായിച്ചവർ അല്ലാഹു സഹായിക്കട്ടെ. അല്ലാഹു മൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبه واغفر لنا يا غفار وانصرنا يا نصير وسلمنا يا سلام وهب لنا يا وهاب واستر عيوبنا يا ستار وارحمنا يا رحمن يا رحيم يا عليم يا حليم واغفر لمن دفنوا حوالينا ولجميع المؤمنين والمؤمنات.